ശ്രീമതി ഉമാ തോമസ് വളരെ ഗുരുതരമായി പരിക്ക് പറ്റി പൂർണ്ണ ആരോഗ്യവതിയായി സെഷൻ മുതൽ ഉമാ തോമസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷം സഭ പങ്കുവെക്കുകയാണ്. ശ്രീമതി ഉമാ തോമസ്. സർ, പട്ടികവർഗ വിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ മാത്രമേ സാധിക്കൂ. ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്തുന്നവരിൽ ഭൂരിഭാഗവും സർക്കാരിൻ്റെ ഗ്രാൻഡ് സ്കോളർഷിപ്പ് മുഖാന്തരം പഠനം നടത്തുന്നവരാണ്. എന്നാൽ സർക്കാരിൻ്റെ യഥാസമയത്തുള്ള ഗ്രാൻഡ് സ്കോളർഷിപ്പ് വിതരണം ഇല്ലാത്തത് മൂലം പല കുട്ടികളും മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ വിഷമത്തോടുകൂടി പഠനം തുടരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് കൃത്യമായിട്ട് ഗ്രാൻഡ് സമയാസമയം കൊടുക്കുവാനായിട്ടുള്ള എന്തെങ്കിലും നടപടി ഗവൺമെൻറ് സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സാർ. നേരത്തെ ഈ പറഞ്ഞതുപോലെയുള്ള ചില പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. അപ്പോൾ ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വകുപ്പ് ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയിരുന്നു. 24-25 സാമ്പത്തിക വർഷത്തെ മുഴുവൻ കുട്ടികളുടെയും നമ്മുടെ ലംസം ഗ്രാൻഡ്, സ്റ്റൈപ്പൻഡ്, സ്കോളർഷിപ്പ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുത്തു തീർക്കാൻ വേണ്ടി സാധിച്ചു. ബഡ്ജറ്റിന് പുറമേ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി 300 കോടി രൂപ കൂടി അധികം ലഭ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ അത്തരം കുട്ടികളുടെ ഗ്രാൻഡ് നമുക്ക് ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 25-26 സാമ്പത്തിക വർഷത്തെ ഗ്രാൻഡ് വിതരണം നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. മന്ത്രി എന്ന നിലയ്ക്ക് 2 മാസം കൂടുമ്പോൾ തന്നെയെങ്കിലും കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഈ ഗ്രാൻഡ് കൊടുക്കണമെന്ന ഒരു കർശന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിതരണം നമ്മൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സമയത്തിന് ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ ഗ്രാൻഡ് കൊടുത്തിരിക്കുന്നത് ചില സ്ഥാപനങ്ങളിൽ പഠിക്കുകയാണെങ്കിൽ ഈ സ്ഥാപന മേധാവികളുടെ നമ്മൾ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ ചില വിഷയങ്ങൾ നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് നിർത്തി ഇപ്പോൾ കുട്ടികളുടെ നേരിട്ട് അക്കൗണ്ടിലേക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പരിശോധിച്ച് വരുമ്പോൾ കൃത്യസമയത്ത് ഈ അപേക്ഷ ലഭ്യമാക്കാത്ത വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഗ്രാൻറ്റിനുള്ള അപേക്ഷ സമയബന്ധിതമായിട്ട് സമർപ്പിക്കേണ്ടത് അതാത് സ്കൂളിലെ HMമാരാണ്. ഈ HMമാരുടെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഏകദേശം 700ഓളം സ്കൂളുകളിലെ HMമാർ കൃത്യവിലോപം നടത്തിയതായിട്ടാണ് സാർ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ കർശനമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ SC/ST വിഭാഗത്തിൻ്റെ ഗ്രാൻഡ് അവർക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ ഈ ഗ്രാൻഡ് മേടിക്കേണ്ട കുട്ടികളുടെ റിപ്പോർട്ട് സമയബന്ധിതമായി തന്നെ വകുപ്പിന് ലഭ്യമാക്കണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം നമുക്ക് സ്കൂളുകാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില വിഷയങ്ങൾ കാരണം ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു, കർശനമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാർ.